പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 18-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ദൈവിക സന്ദേശമാണ് നാം വായിച്ചത്. എന്താണ്? യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാകുന്നു, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിൽ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് നിമ്രോദിന്റെ കാലഘട്ടത്തിൽ ബാബേ ഗോപുരം പണിതതുപോലെ തന്നെ അനവധി ഗോപുരങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളും മതങ്ങളും ഒക്കെ പണിതിട്ടുണ്ട്. ആകാശത്തോളം മുട്ടുന്ന ഗോപുരങ്ങൾ പണിതിട്ട് പലരും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പണം പിരിച്ചുകൊണ്ടിരിക്കുക. സ്വാർത്ഥതയ്ക്കും സ്വയപ്രശംസയ്ക്കും വേണ്ടി പലരും ഞങ്ങളുടെ രാജ്യത്ത് ഇത്ര വലിയ ഗോപുരങ്ങളുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നതൊക്കെയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കും, മനുഷ്യന്റെ കൈയാൽ പണിതെടുത്ത ഈ ഗോപുരങ്ങളെല്ലാം ഒരിക്കൽ തീക്കിരയായി തീരുമെന്ന്. സ്തോത്രം. ഇതെല്ലാം ഇവിടെ നശിച്ചു പോകും. എന്നാൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. അതൊരിക്കലും തീയാൽ നശിക്കുന്നതല്ല, നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എല്ലാവർക്കും ഓടിച്ചെന്ന് അതിൽ കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് നാം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമീൻ, ദുഷ്ടനും പാപിക്കും പരിഹാസിക്കും യഹോവയുടെ നാമം ബലമുള്ള ഗോപുരത്തിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല. അവിടെ നീതിമാന്മാർക്ക് മാത്രം അഭയം പ്രാപിക്കാൻ കഴിയുന്നതാണ്. എന്താ നീതിമാൻ എന്ന് പറഞ്ഞാൽ? നീതിമാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പാപജലത്തിൽ ജീവിക്കുന്ന, ആമീൻ, അകൃത്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവൻ, ജന്മം കൊണ്ട് തന്നെ പാപത്തിൽ ജീവിക്കുന്നവൻ, ആ പാപത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരുത്താത്തവൻ. ഹല്ലേലൂയ. അവന് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരത്തിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. മനുഷ്യൻ മുഴുവൻ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ വളരുന്നു, പാപ സ്വഭാവത്തിൽ അവൻ വളരുകയാണ്. ആ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി ഇന്നേക്ക് 2026 വർഷം മുമ്പ് മാനകുലത്തിന്റെ പാപം പരിഹരിക്കുവാൻ സ്വർഗ മഹിമകളെ വേണ്ടി ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് അവന്റെ അവസാന തുള്ളി രക്തം കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന വേർപാടും വിശുദ്ധിയുള്ളവൻ, അവർക്ക് മാത്രമേ ഈ യഹോവനാമ ബലമുള്ള ഗോപുരം അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ഇവിടുത്തെ മദ്യപാനികൾക്കും വെറുക്കൂത്തുകാർക്കും ദുർനടപ്പുകാർക്കും വ്യഭിചാരികൾക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ സംഘടനകൾക്കും തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കൊന്നും ഈ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശത്രു സൈന്യത്തെ തോൽപ്പിക്കാൻ പോലും യഹോവയുടെ നാമം അതിശക്തമാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം ഇങ്ങനെയുണ്ട്. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അല്ലെങ്കിൽ നിന്റെ പേര് വരുന്നു. 40 രാവും പകലും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിസ്ത്യനല്ല അന്നത്തെ രാജാവ് ശൗലിന്റെ സൈന്യവും പരാജയഭീതിയോടെ ഇസ്രായേൽ മുഴുവൻ ഈ മലനെ ഫിലിസ്ത്യനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത ആടുകൾ മാത്രം മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് ആ സാഹചര്യത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ, നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ല. ശൗലിനെ വിവരം അറിയിച്ചു. ശൗലിന് ഒരു സംശയം, ഈ ബാലിനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ദാവീദ് ഉറപ്പുള്ളവനാ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എനിക്ക് മലനെ കീഴ്പ്പെടുത്താൻ കഴിയും, ഇസ്രായേലിനെ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയും. അങ്ങനെ ദാവീദ് ഹല്ലേലൂയ യുദ്ധമുറകൾ ഒന്നും ഉപയോഗിക്കാതെ മല്ലനായ അണിഞ്ഞ് നിൽക്കുന്ന പോലെ പടച്ചട്ടകളൊന്നും അണിയാതെ റോട്ടിൽ കിടന്ന മിനുസമുള്ള 5 കല്ല് പിറക്കി അതിലൊരു കല്ലത്തിന്റെ കവണിയിലിട്ടിട്ട് ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ
നീതിമാന്മാരായിരുന്ന ഇസ്രായേലിനെ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം വായിക്കുമ്പോൾ 14-ാം അധ്യായം ഹല്ലേലൂയ, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുവിൻ, അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നീ ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും ദുഃഖം കൊണ്ട് നിറയപ്പെട്ട നിന്റെ ജീവിതയാത്രയിൽ ഇതുവരെ നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്തെങ്കിലും പിതാവിനോട് ചോദിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിനക്ക് ചെയ്തു തരുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ഒരുപാട് നാമങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും ബലമുള്ള നാമം യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിൽ നീ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ സ്തോത്രം 34-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ശരിയല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിത സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ, കണ്ണുനീരിലൂടെ, വേദനയിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ ഇന്നുവരെ നീ കർത്താവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അപേക്ഷിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. ആമീൻ. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം ഹല്ലേലൂയ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ അത് ബലമുള്ള നാമമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ബലമുള്ള നാമമുണ്ട് എന്ന് പറയുവാൻ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അതിന് മുകളിലൊരു നാമമില്ല. യഹോവയുടെ നാമത്തിന് മുകളിൽ കൊണ്ടൊരു നാമം വെക്കാനില്ല. യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ അത്ര ശക്തമാണ്. ആ നാമത്തിൽ ആരെല്ലാം എന്തെല്ലാം ചോദിക്കുന്നു അവരുടെ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി തരും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതയാത്രയിൽ നീ പലയിടത്തും പരാജയപ്പെട്ടു പോയില്ലേ? പലയിടത്തും ക്ഷീണിച്ചു പോയില്ലേ? അവശനായി മാറിയില്ലേ? നീ തളർന്നു പോയില്ലേ? എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആമീൻ. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ യാചന ദൈവം കേൾക്കുന്നില്ലേ? എൻ്റെ കണ്ണുനീര് കാണുന്നില്ലേ? ഞാൻ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ദൈവമേ അങ്ങ് കാണുന്നില്ലേ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ തേങ്ങലിൽ അറിയുന്ന ഒരു ദൈവം പറയുകയാണ്: നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ പലയിടത്തും ആശ്രയിച്ചിട്ടുണ്ട്, പല നാമത്തിൽ നീ വിളിച്ചിട്ടുണ്ട്, പല നാമത്തിന് പിന്നാലെ നീ പോയിട്ടുണ്ട്. മറുപടി കിട്ടാതെ തേങ്ങലോടുകൂടി നീ ഇരിക്കുകയാണോ? കരഞ്ഞ് കണ്ണുമായി ഹൃദയവേദനയോടെ മതിയെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണോ നിനക്ക്? ഇന്ന് പകൽ കർത്താവ് നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് സ്വസ്ഥതയുണ്ടോ? മദ്യമടിച്ച് മയക്കുമരുന്നിൽ ലഹരിയടിച്ച് കുടുംബത്തിനകത്ത് അസമാധാനം ഉണ്ടാക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഭാര്യയെക്കുറിച്ച് സ്വസ്ഥതയുണ്ട്, മക്കളെക്കുറിച്ച് സ്വസ്ഥതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നെല്ലാം പെരുകി സകല കുടുംബങ്ങളിൽ എത്തി. മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ട് മനുഷ്യൻ എന്തും ചെയ്യാൻ മടിയില്ലാതെ മനുഷ്യരുടെ പ്രാകൃതന്മാരായി മാറി, ചുറ്റികന്മാരായി മാറി. അങ്ങനെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കര ഈ ഭൂമി വെളിപ്പെടുമ്പോൾ നിന്നെ നിന്റെ കുടുംബത്തെ അത് തകർക്കാതിരിക്കണമെങ്കിൽ രക്തം ചെയ്യും. നീ ഓടി യഹോവയുടെ നാമം എവിടെയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണെന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് നീ ദൈവസ്ഥലേക്ക് ഓടി വരുന്നെങ്കിൽ നിനക്ക് യഹോവയുടെ നാമം ആമീൻ ബലമുള്ള ഗോപുരം, നീതിമാന്മാരുടെ അഭയം പ്രാപിക്കുന്ന നിനക്കൊരു അഭയം തരുവാൻ യേശുവിന് കഴിയും. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കല്ല ജീവിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും ലോകക്കാരെ തൃപ്തിപ്പെടുത്തുവാനല്ല ജീവിക്കേണ്ടത്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ തൃപ്തിപ്പെടുത്തുവാൻ ജീവിക്കണം. അല്ലേ? ഞാൻ ഈ ലോകത്ത് ജീവിക്കുക, എനിക്ക് ഈ ലോകക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്തി ജീവിക്കുക, ഈ ലോകക്കാരുടെ കയ്യടി വാങ്ങുക, ഇവിടുത്തെ ജനത്തിന്റെ അഭിപ്രായം വാങ്ങുക, ഈ ജയമെന്നെ സ്വയം നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് അതിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ പാപസ്വഭാവങ്ങളിൽ വീണ്ടും ദൈവമായി യാതൊരു ബന്ധമില്ലാതെ യേശുക്രിസ്തുവിന്റെ നാമം എന്തെന്നറിയാതെ പല നാമങ്ങളുടെ പിന്നാലെ നടന്ന ജീവിതം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് മരണത്തിന്റെ നിലയിൽ എത്തിപ്പോയവനാ ഞാൻ. എന്നാൽ യഹോവയുടെ നാമം നല്ല ബലമുള്ള ഗോപുരമാണ്, നീതിമാന്മാരുടെ അതിലേക്ക് ഓടിച്ച് അഭയം പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഹല്ലേലൂയ എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെയൊക്കെ മറക്കുവാൻ കാരണമായി. ഇന്ന് എനിക്കൊരൊറ്റ നാമയുള്ളൂ, എൻ്റെ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമം അല്ലാതെ എനിക്ക് വേറൊരു നാമമില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബം പ്രാപിക്കുമെന്ന് കാരാഗ്രഹ പ്രമാണിയോട് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഏറ്റു പറയുന്നവനെല്ലാം ആമേൻ രക്ഷ പ്രാപിക്കും.
നമുക്കറിയാം ലോകം മുഴുവൻ അതാഴ്മയിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യൻ സ്വാർത്ഥരും നല്ല മനുഷ്യൻ തന്നിഷ്ടക്കാരുമാകുന്നു. ഗുണ്ടകളും ഗുണ്ടാ സംഘങ്ങളും പെരുകുന്നു, കൊട്ടൽ സംഘങ്ങൾ പെരുകുന്നു. മനുഷ്യൻ തന്നെ വെട്ടി മരിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് അധികാരങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ കലഹിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഹല്ലേലൂയ. പിന്നെ കേൾക്കുന്ന പേര് ഇവിടുത്തെ ഈ ഭൂമിയിൽ ഒരു നാമവും നിനക്ക് അഭയം തരത്തില്ല. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നാമമൊന്നും നിന്നെ സംരക്ഷിക്കത്തില്ല. ഒരു സംഘടനകളും ഒരു മതവും നിന്നെ സംരക്ഷിക്കത്തില്ല. നിന്നെ സംരക്ഷിക്കുവാൻ ഈ കാണുന്ന ഉലകത്തെ മുഴുവൻ, ഈ കാണുന്ന എൻ്റെ ഘടാകത്തെ മുഴുവൻ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, പകൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തരുന്നവൻ, നിനക്ക് ശ്വസിക്കുവാൻ 24 മണിക്കൂറും വായു തരുന്നവൻ, നിന്നെ നേരായ പാതയിലേക്ക് നടത്തുവാൻ നിന്റെ നരിയാളുകളെ ഉറപ്പിച്ച് പ്രഭാതത്തിലും കണ്ണു ചിമ്മി എഴുന്നേറ്റും ഭൂമിയെ കാണാൻ, പ്രകാശത്തെ കാണുവാൻ നിന്നെ കൈപിടിച്ചുയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമമാണ് യഥാർത്ഥ നാമം. അതാണ് യഹോവയുടെ നാമം, ബലമുള്ള നാമം. നീതിവാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അല്ലാതെ നീ ലോകത്തിൽ ഒരുപാട് നാമത്തിന് പിന്നാലെ നടന്നാൽ അതിൻ്റെ കൊണ്ടൊന്നും നിനക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. സത്യവേദ പുസ്തകം എന്തു പറയുന്നു? സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം മാത്രമേ ഈ ഭൂമി നിറവേറുകയുള്ളൂ. രക്തക്ഷയം. ഈ ഭൂമി മനുഷ്യന്റെ വാക്കുകളെല്ലാം താൽക്കാലികമാണ്. മനുഷ്യന്റെ വാക്കുകളും മനുഷ്യന്റെ വാക്തത്വങ്ങളും രാഷ്ട്രീയക്കാരുടെ വാക്തത്വങ്ങളും മതങ്ങളുടെ വാക്തത്വങ്ങളും മത നേതാക്കന്മാരുടെ വാക്തത്വങ്ങളും ആരെല്ലാം നിന്നോട് എന്തെല്ലാം മോഹന വാക്തത്വങ്ങൾ എല്ലാം പറഞ്ഞാലും അതെല്ലാം വെള്ളത്തിൽ ആണിയടിച്ചതുപോലെ പോകുന്നതാ. എന്നാൽ യഹോവയുടെ നാമത്തിൽ കർത്താവ് നിന്നൊരു കാര്യം പറഞ്ഞാൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട്. ശ്രോതാവേ, ഹല്ലേലൂയ. നിന്റെ കുടുംബം നരകം പോലെയല്ലേ? ഇന്ന് 100ൽ 99 കുടുംബങ്ങളും, എന്തിന് 100 കുടുംബങ്ങളും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കുടുംബം നരക സമാനമായ അനുഭവമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരമെന്ന് 133 സംഗീതം 1 വാക്യം പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബം ഭൂമിയിലില്ല. എല്ലാ കുടുംബത്തിനകത്തും സ്വത്തിന് വേണ്ടി, തർക്കത്തിന് വേണ്ടി മാതാപിതാക്കളും മക്കളും തമ്മിലും അമ്മായിയമ്മ വരുമ്പോൾ തമ്മിൽ വിവിധ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതോട് കുടുംബത്തിനകത്ത് രാജകത്വം സാത്താൻ അവന്റെ തന്ത്രങ്ങൾ കുടുംബത്തിൽ മെനഞ്ഞ് നിന്റെ കുടുംബത്തിൽ ചിഹ്ന ഭിന്നമാക്കി മാറ്റുമ്പോൾ നിന്റെ കുടുംബം നരകത്തിന് സമാനമല്ലേ? നരകം പോലെയല്ലേ നിന്റെ കുടുംബം ഇരിക്കുന്നത്? ഹല്ലേലൂയ. നരകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ കുടുംബത്തിലുള്ള നരകത്തിൽ നടക്കേണ്ട ആഭാസമായ വാക്കുകളും അങ്ങനെയുള്ളതെല്ലാം നിന്റെ കുടുംബത്തിൽ അരങ്ങേറുന്നില്ലേ? നിന്റെ മക്കൾ നല്ല വാക്ക് സംസാരിക്കുന്നുണ്ട്, ഭർത്താവ് നല്ല വാക്ക് സംസാരിക്കുന്നുണ്ടോ, നിന്റെ ഭാര്യ നല്ല വാക്ക് സംസാരിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിനകത്തെ വാക്കുകൾ പോലും ദൈവശാപം നിറയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇന്നുവരെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന അതിലേക്ക് വരാത്തടത്തോളം കാലം നിന്റെ കുടുംബം നരകമാണ്. ചിലർ പറയും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ. ഞാൻ ഒരുപാട് വീട്ടിൽ സുവിശേഷമൊക്കെ അറിയിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലുമ്പോൾ എന്നോട് അടുത്ത് സഹോദരിമാരെ ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത്, എന്റെ പാസ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന്. സ്വന്തം വീടെന്ന് പറഞ്ഞാൽ നരകമോ? അവർക്ക് നരകമോ? സ്വന്തം ഒരു വീട്ടിലെ മാതാവിന് തോന്നുക, ആ വീട്ടിലെ ഭാര്യ, ആ സഹോദരന്റെ ഭാര്യയ്ക്ക് തോന്നുക എന്റെ വീട് നരകമാണ്, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. കണ്ടോ? അങ്ങനെയുള്ള എത്ര കുടുംബങ്ങളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ നാട്ടിൽ കിടക്കുന്ന വിഷമടിച്ചിട്ട് നീ വീട്ടിൽ ചെന്ന് വീട്ടിനകത്ത് വീട്ടുകാർക്കും മക്കൾക്കും കേൾക്കരുതാത്ത വാക്കുകൾ നീ ഉച്ചരിക്കുമ്പോൾ നിന്റെ വീട് നരകമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബമൊക്കെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം എന്ന് പറഞ്ഞ പോലെ ദൈവനാമത്തിൽ നിന്റെ വീടിനെയൊക്കെ നീ പണിതുയർത്തണം. പ്രൈസോ. അനവധി കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അത് നിങ്ങൾക്ക് കർത്താവിന്റെ നാമം ധരിക്കപ്പെടും. നിങ്ങൾ കർത്താവിന്റെ നാമം ധരിക്കണം. വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ നീ കർത്താവിന്റെ നാമം ധരിക്കണം. അത് നിങ്ങൾക്കൊരു കോട്ടയായി തീരും. യേശുവിന്റെ നാമം ഒരു കോട്ടയാണ്. നിന്റെ കുടുംബത്തിന്മേൽ യേശുവിന്റെ നാമം ഉണ്ടെങ്കിൽ ശത്രു നിന്റെ കുടുംബത്തിന്മേൽ കടന്നു വരത്തില്ല. പല കുടുംബത്തിൽ ചെന്നാലും മക്കൾക്ക് ഭയങ്കര ഡിപ്രഷനാണ്, മക്കൾ ലഹരിക്ക് അടിമകളാണ്, കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, സങ്കീർണമാണ്, പ്രതിസന്ധികളാണ്, കുടുംബത്തിൽ നിലവിളികളാണ്. എന്തുകൊണ്ടാണ്? നിന്റെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യമില്ല. അതുകൊണ്ട് കർത്താവിന്റെ നാമം നിന്റെ കുടുംബത്തിന് ഒരു കോട്ടയായി മാറുന്നെങ്കിൽ പിശാച് നിന്റെ കുടുംബത്തെ വിട്ടോടിപ്പോകും.
അതെ, അവന്റെ നാമത്തെങ്കിൽ നിങ്ങൾ പിശാചിനെ തുരത്തും. യേശുവിന്റെ നാമത്തെങ്കിൽ നിങ്ങൾ പിശാചിനെ തുരത്തും. യേശുവിന്റെ നാമം കേൾക്കുന്നത് തന്നെ പിശാചിന് പേടിയാ. ഈ ലോകത്തിന്റെ ദൈവത്തിന്, ഈ ലോകത്തിന്റെ പ്രഭുവിന്, പിശാചിന് യേശുവിന്റെ നാമം എന്ന് കേൾക്കുമ്പോൾ അവന്റെ മൂട്ട് വിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, യേശുവിന്റെ നാമത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. നീ യേശുവിന്റെ നാമത്തിലാണ് നിൽക്കുന്നെങ്കിൽ ആമേ, നീ സർപ്പങ്ങളെ ചവിട്ടും. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, പൊതുഭാഷകൾ സംസാരിക്കും, മർമ്മകരമായി യാതൊന്ന് കുടിച്ചാല് ഹാനി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം രേഖപ്പെടുന്നത് പോലെ ആമേ, മരണഹേതുവായി യാതൊന്നും നിന്നെ തൊടുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ നാമം നിന്നെ ശക്തിയോടെ ഉയർത്തും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ നാമം കൊണ്ട് നടക്കരുത്. ഇന്നത്തെ കാണത്തില്ല, അനേകരുടെ കൈകളിൽ നിങ്ങൾ കണ്ടില്ലേ, ചിലരുടെ കയ്യേലും തോളയിലും ചങ്കയിലും നെറ്റിയിലും കവളയിലും പുറത്തും എന്നുള്ള ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും ഈ പച്ച കുത്തിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പച്ച. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ പച്ച കുത്തരുതെന്ന, ശരീരത്തിൽ പച്ച കുത്തരുത്, ശാപമാണെന്ന്. നിങ്ങൾ ലേവ്യ പുസ്തകം വായിക്കുക. പച്ച കുത്തിയാൽ അത് ശാപം. നിന്റെ ശരീരത്തിന്മേൽ പച്ച കുത്തി ഒന്നിന്റെയും രൂപത്തെ നീ പച്ച കുത്തരുത്, അതും നിനക്ക് ശാപമാ. നിന്റെ ശരീരത്തിൽ നീ പച്ച കുത്തി നീ അതും പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്ന് അത് നിനക്ക് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒരിടത്ത് കേട്ട് സർജറി ചെയ്താൽ പോലും മാറത്തില്ലെന്നാണ് പറയുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. അതോടുകൂടി നിന്റെ ജീവിതത്തിൽ സാത്താൻ ആധിപത്യം പുലർത്തും. ദൈവത്തിന്റെ നാമം നീ ഹൃദയം കൊണ്ട് ധരിക്കുന്നതിന് പകരമായി സാത്താന്റെ നാമം നിന്റെ ശരീരത്തിൽ പച്ച കുത്തി വെച്ചാൽ, വേദപുസ്തകം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വേദപുസ്തകം പറയും, സത്യവേദം പറയുന്നു, പച്ച കുത്തരുത്. ഹല്ലേലൂയ. ഞങ്ങൾക്കത് ധൈര്യമായിട്ട് പറയാം. പക്ഷെ ലോകത്തിൽ ഒരു കൂട്ടം ജനം പണം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ കബളിപ്പിക്കുന്ന, മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുന്ന, മനുഷ്യനെ സാത്താനിലേക്ക് തള്ളി സാത്താന്റെ നാമവന്റെ ധരിക്കും. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ലോകത്തിന്റെ പ്രഭുവിന്റെ നാമം അവന്റെ കൈമേൽ ധരിപ്പിക്കാൻ വേണ്ടി, ശരീരത്തിൽ ധരിപ്പിക്കാൻ വേണ്ടി പച്ചകുത്തെന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അത് നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമാകും. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് തിരിച്ചറിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികളെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മർക്കോസിന് ശേഷം 16 വാക്യം, വിശ്വസിക്കുകയും സ്നാനം കേൾക്കുന്നതും ചെയ്യും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷണത്തിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാണ് ഇടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, രോഗികളുമേലൊക്കെ കൈവച്ച സൗഖ്യം വരുമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിലേക്ക് വരട്ടെ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വേണ്ടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ, ഈ ലോകം നിനക്ക് അനുഭവിച്ചുമല്ല, ഈ ലോകം നിനക്ക് സന്തോഷം തരത്തില്ല, നിന്നെ നരകത്തിലേക്ക് തള്ളിയിടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നൊരു തിരകളെ 15 വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോൾ ദൈവദേവനാൾ ഒന്നിച്ചാൽ പോലും കർത്താവിന് സ്തോത്രം പറയും. കാരണം യേശുവിന്റെ നാമം അത്ര ശക്തമാണ്. ഈ ഉലകത്തിൽ, ഈ ലോകത്തിൽ യേശുവിന്റെ നാമത്തിന് മീതെ ഒരു നാമമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ആ നാമം ശക്തമാകട്ടോ. രണ്ടാമത്, ദൈവത്തിന് വചനം പറയുമ്പോൾ നാം പ്രാർത്ഥന ഒരു കോട്ടയാണ്. പ്രാർത്ഥനയിൽ നാം യേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നതെല്ലാം ദൈവം നമുക്ക് നൽകി തരും. മത്തായിയുടെ സുവിശേഷം 6-ാം എന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. 5 തൊട്ട് വായിക്കും. ഇങ്ങനെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ എന്നിട്ട് കർത്താവ് പറയാൻ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച്, ഹല്ലേലൂയ, വാതിലടയ്ക്കണം. ഫ്രൈസലോ. എത്താണ് നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കണം. ഹല്ലേലൂയ.
അത് നിങ്ങളുടെ ഭവനമായിരുന്നാൽ നിങ്ങൾ അറയിൽ കിടന്ന് നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ വാതിലുണ്ടാക്കിയാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ഫ്രൈസലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അറയിൽ കിടന്ന് നീ പ്രാർത്ഥിക്കുന്നതിന്റെ ഹൃദയത്തിന്റെ വാതിൽ എന്ത് ചെയ്യണം? അടയ്ക്കണം. അല്ലെങ്കിൽ ഇന്ന് ഹൃദയവാതിൽ അടയ്ക്കാതെ പലരും പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ വരുമ്പോൾ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്നും പറയുന്നത്, നിങ്ങൾ അസ്വസ്ഥമാക്കുന്നു അല്ല മൊബൈലുമായിട്ട് വരിക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ അടയ്ക്കണം. ആ സമയത്തെങ്കിലും നീ മൊബൈൽ നോക്കരുത്. ഹൃദയത്തിന്റെ വാതിൽ അടയ്ക്കാതെ നീ മൊബൈൽ നോക്കിയിരുന്ന് കളിച്ച് സഭാ മീറ്റിങ്ങിനെ നീ അസ്വസ്ഥമാക്കരുത്. നീ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന്റെ പ്രാർത്ഥിക്ക്. നീ മൊബൈലിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കാതെ, മൊബൈൽ നീ കളിച്ചുകൊണ്ടിരിക്കാതെ. അത് സഭയ്ക്ക് അരാജകത്വം വരും, സഭയുടെ മീറ്റിങ്ങിനെ ബാധിക്കും, സഭയുടെ അനുഗ്രഹത്തെ തടസ്സമാകും, ശുശ്രൂഷയ്ക്ക് അത് തടസ്സമാകും. അതൊരു ആഭാസത്തരമാണ്. സഭയ്ക്കകത്ത് മൊബൈൽ നോക്കുന്നത് ആഭാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്നിനി ഞാൻ വ്യാഖ്യാനിക്കുന്നൊന്നുമില്ല. അപ്പൊ സഭയ്ക്കകത്ത് മൊബൈൽ നോക്കുന്നൊരു ആഭാസത്തരം തന്നെയാണ്. പ്രൈസ്, അതിൽ കുറഞ്ഞൊരു വാക്കന് ഉപയോഗിക്കാനില്ല. അതുകൊണ്ട് നീ അത് ചെയ്യരുത്. സഭ ദൈവത്തിൻ്റെതാണ്. അത് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ചു കൂടി യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. നീതിമാന്മാർ അഭയം പ്രാപിക്കുന്നിടമാണ്. അതിനകത്ത് നീ ഇരുന്ന് മൊബൈൽ തോണ്ടരുത്. ഹല്ലേലൂയ ഒക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് വേദന കയറും കേട്ടോ. ഹല്ലേലൂയ, നിങ്ങളങ്ങ് സഹിച്ചാൽ മതി. പ്രൈസലോ, നിന്റെ പാപത്തെ നീ വിട്ട് മടങ്ങി വരണം. നിന്റെ അകൃത്യങ്ങളെ വിട്ടു മടങ്ങി വരണം. ദുഷ്ടന്മാർക്ക് ഇരിക്കേണ്ട സ്ഥലമല്ല ദൈവസഭ എന്ന് പറയുന്നത്. യഹോവയുടെ നാമം ധരിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഒന്നിച്ചിരുന്ന് കൂടിയിരുന്ന് ആരാധിക്കുന്നിടത്ത് സാത്താൻ വന്നിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ, നീ സഭയ്ക്കകത്ത് മൊബൈൽ തോണ്ടുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന സാത്താന്റെ നാമം പിശാചിന്റെ നാമമാണ്. അതിന് എത്ര കൊടികുത്തിയ വാസായിരുന്നാലും, എത്ര പേര് കൊമ്പത്തിരിക്കുന്നവനായിരുന്നാലും, സഭയ്ക്കകത്ത് നീ മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ നിന്നെ നടത്തുന്നത് സാത്താനാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചു. നീ രക്ഷിക്കപ്പെട്ട നാളിൽ, വീണ്ടെടുക്കപ്പെട്ട നാളിൽ കർത്താവ് യേശുവിന് നീ ഹൃദയം കൊടുത്തപ്പോൾ അവനെ രക്ഷിതാം പിതാമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയെ സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്ന ചില നാളുകളിൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായി നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന നീ അതിൽ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ സാഹചര്യങ്ങൾ മാറിയപ്പോൾ നിനക്ക് പണമായി, നിനക്ക് സമ്പത്തായി, പേരും പ്രശസ്തിയായി കഴിയുമ്പോൾ നാട്ടിൽ കിടന്ന മൊബൈൽ വാങ്ങി നിന്റെ മൊബൈൽ പോക്കറ്റിലിട്ട് അത് മേടിച്ചു വിളിക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ നീ ദൈവസഭയ്ക്കകത്ത് കൊണ്ട് തോണ്ടരുത്. ദൈവസഭയ്ക്കകത്ത് തോണ്ടുന്ന ദൈവത്തിന്റെ ദാസിയെ, എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരെ, വിശ്വാസികളെ, നീ ദൈവസഭയിൽ നിന്ന് മൊബൈൽ തോണ്ടുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിന്റെ മേലുള്ള നാമം സാത്താന്റെ നാമം. പിശാചാണ് നിന്റെ പിതാവ്. നീ പിശാചെന്ന പിതാവിന്റെ മകനാണ്. അതുകൊണ്ടാണ് നീ സഭയ്ക്കകത്ത് ഈ ദോഷം ചെയ്യുന്നത്. നീതിമാന്മാർ ഓടി വന്ന് അഭയം പ്രാപിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നീ ഈ ദുഷ്ടത ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. നീ മാനസാന്തരപ്പെടണം. ഒരുപക്ഷെ നിന്റെ പേരും പ്രശസ്തി നിന്റെ ഭാഗ്യ ചുമക്കാനൊക്കെ ആട് കാണും. നിന്റെ ഭാഗ്യ ചുമക്കാൻ നീ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനും നിനക്ക് വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ ഒരുക്കി തരുവാനും നിന്റെ തുണി നനച്ച് നിനക്ക് ചായ പിടിച്ചു തരുവാനൊക്കെ ഒരുപാട് ആളുകൾ കാണും. പക്ഷെ നീ ദൈവസഭയിൽ വരുമ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമ്പോൾ അനവധി സങ്കടത്തിലും കണ്ണുനീരിലും ദുഃഖത്തിലും ഇരിക്കുന്ന അനേകർ ദൈവസൻ കടന്നു വന്ന് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, അതിലേക്ക് അഭയം പ്രാപിക്കാൻ നീ അതിനകത്ത് നീ തോണ്ടരുത്. കേട്ടോ സഹോദരി, നീ മാനസാന്തരപ്പെടും. നിന്റെ കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിലേ, ആ മൊബൈലുള്ള നീ നിന്റെ പേഴ്സ് വെച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ ബാഗിൽ വേ, അല്ലെങ്കിൽ നീ എടുത്തപ്പോൾ മറ്റുള്ളവരെ കാണിക്കണ്ട, എന്നിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക. നീ ആരാ സഭയ്ക്കകത്ത്? അല്ലെങ്കിൽ നിന്നെ ആരാ വിളിച്ചത്? നിന്നെ വിളിച്ചത് ദൈവമാണോ ഇല്ലെന്ന് തിരിച്ചറിയണം. ഫ്രൈസറോ, ദാവീദൊക്കെ ഫിലിസ്തീനെ തോൽപ്പിക്കാൻ കാരണം, ഫിലിസ്തീനെ തകർക്കാൻ കാരണം യഹോവയുടെ നാമത്തിൽ നിന്നവനാ. ഹല്ലേലൂയ, നീ ആരുടെ നാമത്തിലാണ് നിൽക്കുന്നത്? സ്തോത്രം. ഫ്രൈസറോ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് യഹോവയുടെ നാമമാണ്. നീ പ്രാർത്ഥിക്കാൻ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിന്റെ മൊബൈൽ മാറ്റി വെച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ സമയത്ത് മൊബൈൽ വിളിക്കാം, മൊബൈൽ കോൾ വന്നാൽ നിനക്ക് മാറ്റി വെക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ നിനക്ക് എഴുതി തരാമെന്നുള്ളൊരു വാക്തത്വമായിരിക്കും, അങ്ങനൊരു സന്ദേശമായിരിക്കും നിനക്ക് വരുന്നത്. അത് വേണ്ട എന്ന് പറയാൻ നിനക്ക് കഴിയുമോ ശ്രോതാവേ? അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തോന്നി എടുത്തുകൊണ്ട് ഓടുക. നിന്നെ പോലെ ഒരു ലക്ഷണം കെട്ടവൻ സഭയ്ക്കകത്ത്, ഒരു നിർഗുണൻ, ലേരിയ, സഭയ്ക്കകത്ത് മൊബൈൽ കളിക്കുന്നവൻ, ലേരിയ. ഇവിടെ ദൈവത്തെ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന്റെ പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും കർത്താവ് മാത്രമാകുള്ളൂ.
പ്രാർത്ഥിക്കുവാൻ നമ്മളും കർത്താവ് മാത്രം. അപ്പം അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തിന് വാതിലടയ്ക്കണം. പുറത്തുനിന്നുള്ള നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ ശബ്ദം വരെ കേൾക്കാതിരിക്കുന്ന നിന്റെ ഹൃദയം വാതിലടയ്ക്കണം. ആ സാധനത്തെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വൈബ്രേറ്ററോ അല്ലെങ്കിൽ സൈലൻറ്റോ ഒക്കെ ഇട്ട് വെക്കണം. പ്രാർത്ഥന കഴിയുമ്പോൾ എടുക്കാവുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നീ എപ്പോഴും നാം വിലവുള്ള ഗോപുരമാണെന്ന് ഓർത്ത് അതിലാ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ബോധ്യം നിനക്ക് വേണം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്ന കുടുംബം സുരക്ഷിത കുടുംബമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബം സുരക്ഷിത കുടുംബമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബം യഹോവയുടെ നാമമുള്ള കുടുംബമാണ്. ഹല്ലേലൂയ. ഇത് ഐക്യവും സ്നേഹവും ഉള്ള കുടുംബമാണ്. സാത്താന്റെ ശക്തിയെ ജയിക്കുന്ന കുടുംബമാണ്. നമ്മുടെ കുടുംബം സാത്താന്റെ ശക്തിയെ ജയിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന നിങ്ങൾ വ്യക്തിപരമായി കുടുംബമായി സഭയായും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ് ചിന്തിച്ചുകൊണ്ട് നീതിമാന്മാരെ അതിലേക്ക് അഭയം പ്രാപിച്ചു ഓടി വന്ന് അഭയം പ്രാപിച്ചു എന്ന ചിന്തയിലൂടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അല്ലിയ നിങ്ങളുടെ പ്രാർത്ഥനയെ മറികടന്ന് സാത്താൻ ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യുവാനിടയാകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന അഗ്നിമതിരായി നിങ്ങൾക്ക് ചുറ്റും നിൽക്കണം. ഹല്ലേലൂയ. യാക്കോബ് തന്റെ സഹോദരനെ പേടിച്ച് അധികം വ്യാകുലത്തോടെ യാബോക്ക് നദിക്കരയിൽ ഹല്ലേലൂയ ശക്തമായി പ്രാർത്ഥിച്ചു. തന്റെ സഹോദരനെ സമാധാനത്തോടെ സന്ദർശിക്കുവാനായി ആ പ്രാർത്ഥന യാക്കോബിനെ സഹായിച്ചു എന്നുള്ളതാണ്. നിന്റെ പ്രാർത്ഥന നിന്റെ ശത്രുവിനെ നേരിടുവാനുള്ള ദൈവസഹായം പ്രാപിക്കാൻ വേണ്ടിയാകട്ടോ. അപ്പം കണ്ണുനീരോടെ നീ വിതയ്ക്കുന്നെങ്കിൽ ആ കൂടെ കൊയ്യുമെന്നാണ്. എന്നെ കേൾക്കുന്ന വിശ്വഭാവി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസലോ. ദൈവവചനത്തെ നീ അനുസരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ വായിച്ചെന്താണ്? സദൃശവാക്യം 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പ്രൈസലോ. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഓരോ ദിനങ്ങളും ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ഈ വചനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടേയാകണമേ. നീതിമാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന വചനം വായിച്ചതുപോലെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങടെ ആ ബലമുള്ള ഗോപുരത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ നാമം ധരിച്ച് ഫിലിസ്ത്യനെ ദാവീദ് തകർത്തുപോലെ സാത്താനെ തകർത്തുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവ ക്രിസ്തീയ ഭക്തിയുള്ള ദൈവത്തോട് ചേർന്നുള്ള ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണം. കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളുടെ സകല ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ നമ്മുടെ പാപത്തിന്റെ പ്രവർത്തികൾ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. ശൈശവത്തിനും ബാല്യത്തിൽ കൗമാരി യുവരത്തിലും വൃത്തിൽ അശന യാചകർ ഓർഫനേജ് ഓർഡർ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ജനം മുഴുവൻ പാപത്തിന്റെ വശീകരണത്തിനും മദ്യത്തിനും മയക്കും ലഹരിക്ക് ഒടിപ്പെട്ട് ഈ ലോകത്തിന്റെ ജനികമായ പ്രാകൃത ജനിക രൂപങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ ഈ ജനം കടന്നു വന്ന് കർത്താവേ അങ്ങയുടെ നാമത്തിൽ ജനം ശക്തി പ്രാപിപ്പാൻ, ബലം പ്രാപിപ്പാൻ, വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ, ശുദ്ധീകരണം പ്രാപിപ്പാട്ടയാകണമേ. ദൈവമക്കളെ, ദൈവസഭയെ ഓർത്ത് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്കായി, രോഗികളായിരിക്കുന്നവർക്കായി, വിവിധ പ്രതിസന്ധികളെ കടന്നു പോകുന്നവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ദൈവം അയക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.